എന്താടോ വാച്ച് കേടായോ? ഞാൻ വിചാരിച്ചു മാഷ് ലേറ്റ് ആയെന്ന്. അല്ല, വാച്ച് ഫാസ്റ്റ് ആയതാ. വലിയ ഭരണമൊന്നും വേണ്ട, ഇതങ്ങോട്ട് കൊണ്ടുപോയി. ഇന്നലെ ഉറങ്ങാൻ കുറച്ചു വൈകി. വായനശാലയുടെ വാർഷിക റിപ്പോർട്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു. പിന്നെ അസോസിയേഷന്റെ അത്യാവശ്യമായ ചില കത്തുകൾ. പിന്നെ വായനശാലയ്ക്ക് വളമിടാൻ പോയോ, അസോസിയേഷന് വെള്ളമൊഴിക്കാൻ പോയോ, ഇതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ജോലിക്ക് വരുമ്പോ കൃത്യസമയത്ത് വരണം. അതിന് പറ്റാത്തവര് ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. അല്ല മാഷെ, ഇന്നൊരു ദിവസം കുറച്ച് ലേറ്റ് ആയി എന്നല്ലാതെ. ഇന്നും എന്നൊരു തിരുത്തു വേണം. മേലിൽ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് തന്നാൽ ഒപ്പിടാം. ഉറപ്പ് വാഗൊണ്ട് വെറുതെ തന്നാ മതിയോ, അല്ല പേപ്പറിൽ എഴുതി തരണോ? ഇത് ബാലകൃഷ്ണൻ, ഇവിടത്തെ ഒരു മാഷ. കൃത്യനിഷ്ഠ കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ. ആ പാനീട് തന്നെ. മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളതാ നിർമ്മല. ഇത് കുട്ടിയുടെ അമ്മാവനാ, വാര്യര് മാഷ്, പരമേശ്വര വാര്യര്. ഇതിപ്പോ ഇങ്ങനെ ഓടിപ്പിടിച്ച് വരേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. 15-ാം തീയതിക്ക് മുമ്പ് മതിയെന്നല്ലേ? മതി. പക്ഷേ ഇനി അവസാന നിമിഷത്തിൽ വല്ല തിരുമറിയും നടന്നാലോ എന്ന് ഭയന്നിട്ടാ. അതല്ലേ കാലം. 5 കൊല്ലായി അക്കാഡമിയിൽ നിന്ന് പാസ്സായിട്ട്. പ്രൈവറ്റ് സ്കൂളുകാരിൽ ലക്ഷങ്ങളാ ചോദിക്കണത്. അത് കൊടുക്കാനുള്ള മനസ്സുമില്ല, അതിനുള്ള പ്രാണിയില്ല. ആരുടെയോ പുണ്യം കൊണ്ട് ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ അമ്മാവനാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി. അങ്ങേരുടെ ഒരു ഉത്സാഹത്തിലാ ഇതിപ്പോ ഇങ്ങനെയൊക്കെ വന്ന് ഭവിച്ചത്. അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയപ്പോ കൂടുതലൊന്നും ആലോചിച്ചില്ല. പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോ കുട്ടിയതാ ഇവിടെ ഏൽപ്പിക്കാ. ഞാൻ പോവാ. സമാധാനായിട്ട് പോയിക്കോളൂ. ഇയാൾക്ക് ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആളുകള്, താമസിക്കാനൊരു സ്ഥലം കിട്ടുവോ? ആഹാര കാര്യങ്ങൾ എങ്ങനെ? അങ്ങനെ പല പല ശങ്കയുണ്ടായിരുന്നു. നന്ദിയുണ്ട്, വളരെ വളരെ നന്ദിയുണ്ട്. എന്നാ പിന്നെ ഷിബു, എന്നാ മോളെ ആ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റാഫ് റൂമിൽ കൊണ്ടുവയ്ക്കുക. കൂടെ പൊക്കോളൂ. പുറമേന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ. ആളായതല്ലടോ, ഇത് വളരെ ഡിസിപ്ലിനോട് കൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് ആ കുട്ടി തെറ്റിദ്ധരിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കളിച്ചിരുന്ന നാടകല്ലടോ. അത് ശരി. ഞാൻ വല്ലപ്പോഴും താമസിക്കാറുണ്ടെങ്കിലും കൃത്യമായ സ്കൂളിൽ വരാറുണ്ട്. സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായി? എന്താ സാറിപ്പോ വന്നിട്ട് എത്ര ദിവസമായെന്ന് ഉത്തരം പറഞ്ഞിട്ട് മുറിക്കാ മതി. എടോ, വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാവാം. ഹെഡ് മാഷ് എന്ന് പേരേ ഉള്ളൂ. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എല്ലാത്തിനും ഞാൻ തന്നെ പോകാം. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ജോലി കൊണ്ട് കുടുംബം പോറ്റേണ്ട കാര്യമൊന്നുമില്ല. വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ. മാത്രമല്ല ഒരു കലാലയല്ലേ, കുറച്ചു കുട്ടികളുടെ കണ്ണ് തെളിയിച്ചാൽ തെളിയട്ടെ. നമ്മളെ കൊണ്ട് പറ്റത് നമ്മൾ ചെയ്യാം. അതാ എന്റെ പോളിസി. ടീച്ചറിരുന്നോളൂ, എനിക്കങ്ങനെയൊന്നുമില്ല. കുട്ടികൾക്ക് മാഷന്മാരെ വലിയ പേടിയൊന്നുമില്ല. പക്ഷേ എന്റെ തലവട്ടം കണ്ടാൽ അപ്പാപ്പെടുക്കും. എന്തുകൊണ്ടാ? ജോലിയോടുള്ള ആത്മാർത്ഥത. അല്ല, ഞാനിവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. മുഴുവനും പറഞ്ഞു കൊടുത്തോ? മുഴുവനും വിട്ടു കൊടുത്തിട്ടില്ല. ഇനി സമയമുണ്ടല്ലോ. ബാലന്മാര് താമസിച്ചോണ്ട് നമ്മുടെ PTA ക്ലാസ്സിലേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ ആ പിള്ളേരെ ഒരു വഴിക്കാക്കണതിന് മുമ്പേ വേഗം ചെല്ലാൻ നോക്ക്. അത് ഞാൻ നോക്കിക്കോളാം. താനൊരു കാര്യം ചെയ്യും, ഒരു ചായ വാങ്ങിച്ചോണ്ടോ. ഇപ്പോഴോ? പിന്നല്ലാതെ. ടീച്ചർക്ക് ഇപ്പൊ വേണ്ട, എപ്പ വേണമെങ്കിലും പറഞ്ഞാൽ മതി. നമ്മുടെ പ്യൂണാ. ആ കുപ്പി നന്നായി കഴുകിയെടുത്തിട്ട് പോടോ. എവിടെയാ ടീച്ചറുടെ നാട്? പയ്യന്നൂരാ. ഓഹോ, പയ്യന്നൂരെന്ന് പറയുമ്പോ സഖാവ് മാണിക്കോത്ത് കാണാറുണ്ട്. അവരുടെയൊക്കെ അടുത്താ. ഓഹോ. ഇനിയിപ്പോ ടൈം ടേബിൾ മാറ്റി എഴുതണം. നാളെ തുടങ്ങാൻ ക്ലാസ് ഒക്കെ. ഇന്ന് മറ്റു മാഷന്മാരെയൊക്കെ പരിചയപ്പെടാം. ദൂരയാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് എടുത്തോളൂ. എനിക്ക് ക്ലാസ് ഉണ്ട്. എന്താ നിൽക്കുന്നത്? ഇരിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ഇരുന്നോളൂ.
ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബാലമാഷി ഇനിയും താമസിച്ചു വരുമല്ലോ, അന്ന് ബാക്കി അഭ്യാസം. സൈലൻസ്. യോഗാഭ്യാസം അക്ഷരം പോലും അറിഞ്ഞൂടാ അവനെ പഠിപ്പിക്കാൻ നടക്കുന്നത്. കിട്ടും. കുട്ടികൾക്ക് എന്നെ വലിയ പേടിയാ. എന്തായാലും ഇത് ശരിയായില്ല. എന്താ മാഷേ, ചോറ് വെന്തില്ലേ? അതല്ലെന്നേ, അവിവാഹിതയായ ഒരു യുവതിയെ ഹെഡ് മാസ്റ്റർ വീട്ടിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ച ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഈ നാട്ടിൻപുറത്ത് വേറെ എവിടെ താമസിക്കാനാ? സന്മനസ്സുള്ളതുകൊണ്ട് ആ കൈമൾ സാറിന് അങ്ങനെ തോന്നിയത്. സാഹചര്യങ്ങളാ മനുഷ്യനെ വഴിതെറ്റിക്കുന്നത്. ഈ മനസ്സ് എപ്പോഴാ പതറാന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തിയായിട്ട് രീതി ചിന്തിക്കാൻ പറ്റും. ചുമ്മാതിരിക്കും മാഷേ, ഇതൊന്നും കണ്ടാ ഞാൻ പതറില്ല. യോഗ ശീലിച്ചവർക്ക് ഒന്നിനോടും അമിതമായ ആസക്തി ഉണ്ടാവില്ല. അത് ഇയാൾ ആഹാരം കഴിക്കുന്ന രീതി കണ്ടാൽ തന്നെ അറിയാലോ. കഴിക്കും, ആരോഗ്യമുള്ളവൻ ആഹാരം കഴിക്കും. തന്നെ പോലെ കുട്ടികളോട് ചലാപള വർത്താനം പറഞ്ഞിട്ടില്ല, നല്ലവണ്ണം അധ്വാനിച്ചിട്ടില്ല. എന്താ നോക്കണേ? Attention! Exercise begin! എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചർ ഒരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യാവില്ലല്ലോ. ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ? അതൊരു പുതിയ അറിവാണല്ലോ. അതെ, ആംഗ്യ ഭാഷയിൽ. എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരം കളഞ്ഞ് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്? രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ. ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്. കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ. അത് ശരി, നിങ്ങളൊക്കെ ആദ്യന്മാര്, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്. ഓ, എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതിനപ്പുറം പറയും. ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലന്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു? മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. ഇതിലിപ്പോ അങ്ങനെ വിഷമിക്കാനൊന്നുമില്ലല്ലോ. മുറ്റത്താവുമ്പോ നല്ല കാറ്റ് കിട്ടും. മറ്റ് ക്ലാസ്സുകളിലെ ഒച്ചയും ബഹളവും ടീച്ചറുടെ ക്ലാസ്സിനെ ബാധിക്കുകയില്ല. കൈമൾ സാർ പറയണ പോലെ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നമുക്ക് പിരിയാം. സംഗീതത്തോടുള്ള നിങ്ങളുടെ ഈ സമീപനം എന്നെ ലജ്ജിപ്പിക്കുന്നു. ഒന്ന് പിരിഞ്ഞു പോവാ എന്റെ മാഷേ, സമയം കുറെ ആയില്ലേ. എന്താ ചെയ്യ? ഇന്ന് ബുദ്ധിമുട്ട് തോന്നിയോ? ബുദ്ധിമുട്ട് ഇല്ല. എന്തേ? അല്ല, കുറെ കൂടെ മാറ്റി ക്ലാസ് മതിലിന് പുറത്തേക്ക് ആക്കണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. അതിന്റെ ഒന്നും ആവശ്യമില്ല. കൈമൾ സാർ പറഞ്ഞതുപോലെ സംഗീതം പഠിപ്പിക്കാൻ തുറന്ന സ്ഥലം തന്നെയാ കൂടുതൽ നല്ലത്. ഇതില് വിവിധ ഭാരതി കിട്ടില്ലേ? ഏതില്? ഈ റേഡിയോയില്. അതിനിത് റേഡിയോ ആണെന്ന് ആര് പറഞ്ഞു? ഇത് ശ്രുതിപ്പെട്ടിയാ. ഒരു സംശയം ചോദിച്ചതിന് അത്ര ചിരിക്കാൻ. നമുക്കിപ്പോ ക്ലാസ് ഇല്ലേ? ഉണ്ട്. എങ്കിൽ പിന്നെ മണ്ടത്തരം വിളമ്പാതെ അങ്ങോട്ട് പോയിക്കൂടെ? അതെനിക്കറിയാം, പ്രത്യേകിച്ചാരും പഠിപ്പിക്കണ്ട. ഗ്രൗണ്ടിൽ കുട്ടികളെല്ലാം സെറ്റായിട്ട് ഞാൻ ചെന്നാ മതിയല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഞാൻ ശ്രദ്ധിക്കായിരുന്നു.
ഒരാൾ പാടിക്കൊടുക്കുന്നത് എങ്ങനെയാ മറ്റുള്ളവർ അതേപോലെ പാടുന്നേ? കുട്ടികളാവുമ്പോ പാട്ടിനോടൊരു വാസനയൊക്കെ ഉണ്ടാവും. അതുണ്ടാവും. എന്നാലും പാട്ട് പഠിച്ചു തുടങ്ങാൻ ഏത് പ്രായം നല്ലത്? ചെറിയ പ്രായത്തിൽ പഠിച്ചു തുടങ്ങുന്നതാണ് ഉറക്കാൻ നല്ലത്. എന്താ മാഷക്ക് പഠിച്ചാ കൊള്ളാൻ തോന്നുന്നുണ്ടോ? എനിക്ക് ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയില്ലേ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കണം, നല്ലതാ. അപ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. ടീച്ചറെ ഹെഡ്മാഷ് വിളിക്കണോ? ഞാൻ വായനശാലയിലേക്ക് പോവുക. ജനറൽ ബോഡി മീറ്റിംഗ് ഉണ്ട്. വായനശാലയുടെ സെക്രട്ടറി ഞാനാ. ടീച്ചർക്ക് ഞങ്ങളുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടോ? ആ, നാട് കൊള്ളാം. എന്ന് വെച്ചാൽ നാട്ടുകാർ കൊള്ളൂലെന്നാണോ? എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ധ്വനി ഉണ്ടായിരുന്നു. ഏയ്, അതുപോട്ടെ, ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത്തവണത്തെ ഓണാഘോഷം ഗംഭീരമാക്കാനാണ് ഞങ്ങളുടെ പരിപാടി. ടീച്ചർക്ക് സ്റ്റേജിൽ പാടാനൊരു ചാൻസ് തരട്ടെ. ഞാനാണല്ലോ സെക്രട്ടറി. താങ്ക്സ്. അത് വേണ്ട. അതെന്താ? അത് ഓണം വെക്കേഷന് ഞാൻ നാട്ടിൽ പോവും. അല്ല, ഇത്തവണത്തെ ഓണം ഇവിടെ ആകുന്നത് കൊണ്ട് എന്താ കുഴപ്പം? എന്റെ നാട്ടിലായാലും എന്താ കുഴപ്പമുണ്ടോ? അതില്ല. ടീച്ചറിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്റെ വീട്ടില് അന്ന് വന്ന ഒരു അമ്മാവനില്ലേ, ആ അമ്മാവനുണ്ട്, അമ്മയുണ്ട്, അമ്മായി മക്കളും ഉണ്ട്. അച്ഛൻ? അച്ഛൻ സന്യാസിയാ. സന്യാസിയോ? ആ, ഇപ്പൊ ഏതോ ആശ്രമത്തിലുണ്ട്. അച്ഛൻ അത്രക്ക് ആത്മീയവാദിയാണോ? ആത്മീയവാദിയായിട്ടൊന്നുമല്ല, പ്രാരാബ്ദങ്ങൾ ഏറ്റെടുക്കാൻ വയ്യാത്തോണ്ടാ. ഓഹോ, എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പ്രാരാബ്ധത്തിന്റെ ഒരു കാലഘട്ടം. എന്റെ ജീവിതത്തിൽ ആ ഘട്ടം കഴിഞ്ഞു. ഇപ്പോ ഒന്ന് സെറ്റിൽ ചെയ്യാം എന്നായിട്ടുണ്ട്. ഏതായാലും ടീച്ചറിന്റെ ഈ തുറന്ന മനോഭാവം എനിക്ക് വളരെ ഇഷ്ടമായി. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇല്ലാത്തതാണിത്. എന്തോ ടീച്ചറിനെ പറ്റി കൂടുതൽ അറിയാനും സംസാരിക്കാനും ആഗ്രഹം തോന്നുന്നു. ആട്ടുംകാട്ട് ഇട്ടാ പോരാ, ചാണടണം. അല്ലെങ്കിൽ ടീച്ചർ നടന്നോളൂ. എനിക്ക് ഇവിടെ ഒരു സ്ഥലത്ത് വായനശാല അവിടെയല്ലേ? വായനശാലയിലേക്ക് നാളെ പോയാലും മതി. അപ്പൊ ജനറൽ ബോഡി മീറ്റിംഗ്? ഞാനാണല്ലോ സെക്രട്ടറി. മീറ്റിംഗ് മാറ്റാം. പുഴുക്കേട് ഉണ്ടെങ്കിൽ വെട്ടിക്കളയടോ. എണ്ണി നോക്കിക്കോളൂ. എന്താടോ പതിവില്ലാതെ ഈ വഴിക്ക്? ഞാൻ പറഞ്ഞില്ലേ, മരുമോന്റെ വീട് പണി നടക്ക ടൗണിലേ. നേരിട്ടൊരു കണ്ണ് വെച്ചില്ലെങ്കിൽ അറിയാലോ. നാളെ എന്തായാലും സ്കൂളിലേക്ക് ഒന്ന് ഇറങ്ങണമെന്ന് ഞാൻ ഇപ്പൊ കുഞ്ഞോട് പറഞ്ഞേയുള്ളൂ. താൻ ഇങ്ങനെ പിണങ്ങിയിരുന്നാ എങ്ങനെയാ? താൻ അവിടെയുള്ളതല്ലടോ എന്റെ ധൈര്യം. ഒന്നുകിൽ ആ തടിമാടനെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴി ആലോചിക്കണം, അല്ലെങ്കിൽ ആ മൂരിക്ക് മൂക്കയറണം. ആരുടെ കാര്യ താനീ പറയണേ? ആ തീറ്റി പണ്ടാരം പീട്ടി മൂക്കുമുട്ട തിന്നുക, സ്റ്റാഫ് റൂമിൽ ഇരുന്ന് ഉറങ്ങുക, മറ്റു ടീച്ചേഴ്സിന് ശല്യം ഉണ്ടാക്കുക. ഉറങ്ങണ ആളെ എങ്ങനെയാ ശല്യം ചെയ്യണേ? ഉറങ്ങാന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഉണരുമല്ലോ, അതൊരു ശല്യല്ലേ? ഏതായാലും നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഒന്ന് പേടിപ്പിക്കാം. കുറച്ചു ദിവസത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും. ഭഗവാനെ, ഭക്തവത്സല, കാത്തു രക്ഷിക്കണേ. ഈശ്വര. കയ്യിലേന്തിയ വിളക്കിനേക്കാൾ പ്രകാശപൂർണമായ ആ സാന്നിധ്യം എന്നെ സ്വപ്നം കാണുന്നവനാക്കി. എപ്പോഴുമുള്ള സാമീപ്യത്തിനായി എന്റെ മനസ്സ് തുടിച്ചു. കണ്ട അമ്മയും മോളും അല്ലാന്ന് ആരെങ്കിലും പറയൂ? നിർമ്മല വന്നേ പിന്നെ കുഞ്ഞിക്ക് സ്വർഗം കിട്ടിയ മാതിരിയാ. അല്ല, ആരാത്?
ഇങ്ങനെ ഒരാളുണ്ടോ? ഒന്നിനും സമയം തികയുന്നില്ല. സ്കൂളിലെ കാര്യങ്ങൾ നോക്കേണ്ട ആൾ പുരപ്പണിക്കും കൃഷിപ്പണിക്കും നടന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കാനും ആള് വേണ്ടേ? ബാലൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇങ്ങനെ സർക്കാർ പറഞ്ഞു വിടുമായിരുന്നു ഇവിടെ എപ്പോഴും പറയാറുണ്ട്. ഉവ്വ്. പിന്നെ ടീച്ചർക്ക് സ്കൂളിൽ വല്ല ബുദ്ധിമുട്ടും ആരെ കൊണ്ടെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി കേട്ടോ. ആ കുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. കുട്ടിയുടെ പാട്ട് കേട്ടാ തനിക്കല്ലേ ബുദ്ധിമുട്ട്? പാട്ട് കേട്ടാ ബുദ്ധിമുട്ടോ? ആ എന്താ ബാല ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? ഈ മോള് സന്ധ്യക്ക് നാമം ചെല്ലണത് കേട്ടാ വെറുതെ കണ്ണടച്ചിരുന്നാ മതി. സാക്ഷാൽ അമ്പാടിക്കണ്ണൻ മുമ്പിൽ വന്ന് നിക്കണ മാതിരി തോന്നും. സംഗീതം ജീവിതത്തിന് ആവശ്യമുള്ള സാധനം അല്ലാന്ന് വിശ്വസിക്കുന്നവരോട് അതിന്റെ മഹത്വം പറഞ്ഞിട്ട് എന്താ കാര്യം എന്റെ കുഞ്ഞി? അങ്ങനെയല്ല സർ, സത്യത്തിൽ ഇപ്പോ പശ്ചാത്തലത്തിൽ സംഗീതം ഇല്ലാതെ ക്ലാസ് എടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് ഞാൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ തൊട്ട് കുറച്ച് പക്കമേളക്കാരും കൂടി ഏർപ്പാട് ചെയ്യാം. എന്താ? ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാൻ ഒരാവണി തെന്നലായി മാറി. ഇതെന്ത് പറ്റി? ഏ? അല്ല, ഇന്ന് എന്ത് പറ്റിയെന്ന്? നീ കുറച്ചു കാലം സംഗീതം പഠിച്ചില്ലായിരുന്നോ? അതെ. പിന്നെന്താ നിർത്തിക്കളഞ്ഞത്? ചേട്ടൻ പറഞ്ഞിട്ട്. ഞാനങ്ങനെ പറഞ്ഞോ? ആ. പറയാൻ പാടില്ലായിരുന്നു. ഏ? സംഗീതത്തിന്റെ വശ്യത തിരിച്ചറിയാൻ വൈകിപ്പോയതാണ് എനിക്ക് പറ്റിയ തെറ്റ്. നിനക്ക് ഇനിയും സംഗീതം പഠിക്കണമെന്ന് മോഹമുണ്ടോ? ഇനി അതിനൊക്കെ കാശ് ചെലവാക്കിട്ട് വല്ല കാര്യമുണ്ടോ? കാശ് ചെലവില്ലാതെ പഠിക്കാൻ സാധിച്ചാലോ? അതെങ്ങനെ? അത് ദൈവം കനിയണം. ദൈവം കനിയുമെന്ന് വിചാരിക്കാം, അല്ലേ? ദൈവം ഫ്രീ ആയിട്ട് ഇവിടെ വന്ന് സംഗീതം പഠിപ്പിക്കുന്നാണോ? ദൈവത്തിന് മ്യൂസിക് അത്ര വശമില്ല. ചിലപ്പോ വേറെ ആളിനെ അയച്ചേക്കും. ആരെ? തൽക്കാലം ഇത്ര അറിഞ്ഞാ മതി. കഴിഞ്ഞില്ലേ ഇതുവരെ? ഹൈ, ഇന്നത്തെ നേരത്തെ ആണല്ലോ. ആ, ഇന്നിത്തിരി നേരത്തെ പോകേണ്ട ദിവസമാണ്. കഴിക്കാൻ എടുക്കട്ടെ? വേണ്ട, കഴിക്കാൻ നിന്നാലേ ശരിയാവില്ല. എന്ത് പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷെ പൊട്ടിയില്ല. ഈ വഴി കൂടാണ് ഇന്ന് സ്കൂളിൽ പോന്നെ? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം 3 വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിന് ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്? ഞാൻ വന്നത്. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാ. ക്ലാസ് മുറിയിൽ എന്നെ ഓടിച്ച പോലെ ഈ വഴി കൂടൽ എന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാലറിയാം. അടുത്തെത്തുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ വിഷമിച്ചപ്പോൾ കത്തെഴുതാമെന്ന് തീരുമാനിച്ചു. എന്റെ ആദ്യത്തെ പ്രണയലേഖനം. പക്ഷെ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്ന ഭയം, ഇതൊരു കൗമാര പ്രായക്കാരന്റെ ബാലിശമായ ഏർപ്പാടല്ലേ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല. ഇങ്ങോട്ട് തന്നേക്ക് മാഷേ. ഗോപി പിള്ളേ, എന്താ മാഷേ? ആ കത്തിങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ?
അതെ വായിക്കാനുള്ളതാണ്, പക്ഷെ എനിക്കതിൽ 1-2 വരികൾ തിരുത്താനുണ്ടായിരുന്നു. ശ്ശോ, മെനക്കേടായല്ലോ. ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ ഏതാ അഡ്രസ് പറ. അഡ്രസ് അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നുമില്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ! ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം! ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കുന്നു. എന്തിന്? അതറിയില്ല. ആ ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പോണോ? എവിടെ നോക്കിയാണോ നടക്കണത്?